ഇതാണ് കാട്, നല്ല ഇരുണ്ട കാട്, നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. കേൾക്കുന്നുണ്ട്, വേഗം പോയേക്കാം. ഗൈസ്, നമ്മളവിടെ ആനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പുഴയുടെ അവിടെ ആനയുടെ സൗണ്ട് ഇപ്പൊ കേട്ടു. ഒച്ച ഉണ്ടായിരുന്നു, ആനയുടെ സൗണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ വേറൊരു സാധനം സ്പോട്ട് ചെയ്യാൻ പറ്റി. അതെന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. യെസ്, അപ്പൊ നമുക്ക് പോവാല്ലേ? ആ, നമുക്ക് ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ വേറൊരു സാധനം സ്പോട്ട് ചെയ്യാൻ പറ്റി. അതെന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം. അതെ, വെറൈറ്റി സാധനമാണ് ഗൈസ്. ഇതാണ് ആ സാധനം. ഇതെന്താണെന്ന് അറിയുന്നവർ ഇവിടെ കമൻറ്റ് ചെയ്യും. ഇത് കുറേ കുറേ പഴയതെന്ന് തോന്നുന്നു. കുറേ വണ്ടി അല്ലേ, വണ്ടി കയറിപ്പോയി. ഇതാണ് ഗൈസ് ആനപ്പിണ്ടം. ആനപ്പിണ്ടം നമ്മൾ സ്പോട്ട് ചെയ്തു, പക്ഷെ ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ആന ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു. ഈ ഒരു പുഴയാ, ഈ പുഴയിലാണ് വന്ന് ആന വന്ന് വെള്ളം കുടിക്കുന്നത്, ചായ കുടിക്കുന്നില്ല. അതെ, ആന വന്ന് വെള്ളം കുടിക്കുന്ന പുഴയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതിലേക്കൂടെ വന്ന് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്ന് പിണ്ടം ഇട്ടിട്ട് അങ്ങനെ മുകളിലേക്ക് പോകും. അതാണ് ആനയുടെ സ്ഥിരം ഹോബി. മാവിന്റെ ഒരു മാവിന്റെ തൈ കുറേ ഉണ്ടല്ലേ, കുറേ ഉണ്ട്. അതെ, മാംഗോയുടെ സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാങ്ങ കിട്ടിയാലേ. അതെ അതെ അതെ. ഓ, എന്താ ഇതിലെ കൂടെ ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. ഇതിലെ കൂടെ താഴേക്ക് ഇറങ്ങി ആ പുഴയുടെ അവിടെ പോയി ഇരിക്കാനൊക്കെ പറ്റും. നല്ല വൈബായിട്ട് ഇരിക്കാൻ പറ്റും അവിടെ. ആന വന്നാൽ ഓടേണ്ടി വരും. എന്താ ഇവിടെ എൻ്റെ സ്ഥലത്ത് എന്താ പരിപാടി? അതാണ്, അങ്ങനെ ആയിരിക്കും. ഇവരെന്തിനാ നമ്മുടെ ബാക്കിൽ വണ്ടി നിർത്തുന്ന അറിയില്ല. ഇവിടെ എന്തോ അവർ കണ്ടിട്ടുണ്ട്, അതാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടാവും. ആരാടാ ഒച്ച വെക്കുന്നത്? ആരൊക്കെയോ ഇവിടെ ഒച്ച വെക്കുന്നുണ്ട് ഗൈസ്. പോവാം, നമ്മൾ കുറേ നേരം ഫോറസ്റ്റിന്റെ അടുക്കൊക്കെ വണ്ടി ഇട്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാടി വന്ന് നമ്മളെ പിടിക്കും. അതെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഇതുവരെ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ടില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും മന്തി കഴിക്കാമെന്ന് നമ്മുടെ പ്ലാൻ. ഓക്കെ ഗൈസ്, ഇതാണ് ആ കാടിൻ്റെ ഒരു ലുക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിലെ ലുക്ക്. ഇത് ഇവിടെ പുഴയും, ഇതാണ് കാട്, നല്ല ഇരുണ്ട കാട്, നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. കേൾക്കുന്നുണ്ട്, വേഗം പോയേക്കാം. ഗൈസ്, നമ്മളവിടെ ആനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ പുഴയുടെ അവിടെ ആനയുടെ സൗണ്ട് ഇപ്പൊ കേട്ടു. ഒച്ച ഉണ്ടായിരുന്നു, ആനയുടെ സൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ വല്ലതും വെള്ളം കുടിക്കാൻ വല്ലതും വരുന്നുണ്ടോന്ന് അറിയില്ല. അത് കാടാണെങ്കിൽ ജീവികൾ സൗണ്ട് ഉണ്ടാക്കും. പക്ഷെ ആനയുടെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. നമ്മൾ താഴെ ഇറങ്ങി. പുളിയമ്പാറ എന്ത്, വാഴച്ചാലിന് മുമ്പ് ഒരു ചായക്കടയിൽ നമ്മൾ കയറി. അവിടെ നല്ല ചൂട് പഴംപൊരി കണ്ടു. ജസ്റ്റ് ഒരു പഴംപൊരി കഴിച്ചിട്ട് പിന്നെ പോകുന്ന വഴിക്ക് വല്ല മന്തി എന്തെങ്കിലും നോക്കിയിട്ട് കഴിക്കാമെന്നാണ് നമ്മുടെ പ്ലാൻ. നല്ല ചൂട് പഴംപൊരി, നല്ല പഴുത്ത പഴം കേട്ടോ, നല്ല പഴംപൊരിയാണ്. അയ്യോ, എനിക്ക് പഴുക്കാത്ത പഴമായിരുന്നു ഇഷ്ടം. നല്ല ടേസ്റ്റ്. ഓയിലാണ്, പക്ഷെ ഒന്ന് കഴിക്കാം, ചീറ്റ് ഡേ ആവാല്ലേ. സോഫ്റ്റായിട്ട് ചൂടായിട്ട് നല്ല പഴംപൊരി കേട്ടോ. നമ്മൾ പഴംപൊരി കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതപ്പോൾ ഉള്ളിയോടെയും ചൂടെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉള്ളിയോടെ 2 മതി.
നല്ല സോഫ്റ്റ് ഉള്ളിവട കേട്ടോ. കഴിക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടല്ലേ. ഗൈസ് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ചായ കുടിച്ചത്. ചായയും പഴംപൊരിയും നല്ല ഉള്ളിവടയും രണ്ടും നല്ല ചൂടായിരുന്നു, നല്ല സ്നാക്സ് ആയിരുന്നു. പക്ഷേ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ടില്ല, വേണമെങ്കിൽ കയറി നോക്കുക. പക്ഷേ എന്തായാലും സ്നാക്സ് നല്ലതാണ്. നല്ലത് സ്നാക്സും കോഫിയും നല്ലതാണ് കേട്ടോ. ചൂടോടെ ഇപ്പം കിട്ടി. ഇനി വരുമ്പോൾ നിങ്ങളാരെങ്കിലും വരുമ്പോൾ കയറി നോക്ക്. ഉച്ചയ്ക്ക് ചൂടോടെ കിട്ടി. അതാണ് മെയിൻ അതിൻ്റെ അഡ്വാൻറ്റേജ്. പോവല്ലേ? ഇത് ഏതാ സ്ഥലം? പുളിയമ്പാറ. പുളിയിലപ്പാറ. അത് അവിടെയാണ് ഗൈസ്. അവിടെ ഇത് പഴയ ഒരു നാടൻ, നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അതുപോലൊരു കടയുണ്ട്. ഓക്കെ, പോവല്ലേ ഗൈസ്? നമ്മൾ വാഴച്ചാൽ വാട്ടർഫാൾസിലാണ് ഇപ്പോൾ. നമ്മളൊന്ന് വാട്ടർഫാൾസിലും കൂടെ കയറിയിട്ട് ഇവിടെ എന്താ അവസ്ഥ നമുക്ക് നോക്കിയിട്ട് പോകാമെന്നാണ് പ്ലാൻ. അല്ലേ? അതെ, പോകുന്ന വഴിക്ക് ഇവക്ക് ഇവിടെ കയറണം എന്ന് പറഞ്ഞ ഒരു എന്താ, എനിക്ക് വെള്ളത്തിലൊന്ന് തൊടണം. ഈ ഷൂ വെച്ചിട്ട് നീ എങ്ങനെ തൊടും? കൈ കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. അഡൽസിന് 60 രൂപ. എവിടെ പോകുന്നു? മഴ വരെ തോന്നുന്നതേ. അതെ, മഴ വരാൻ പോകുന്നത്. അതെ ഗൈസ്, മഴ പെയ്യാൻ പോകുന്ന പോലെ ഒരു മഴക്കാറുണ്ട്, തോന്നലുണ്ട്. എടുത്ത ടിക്കറ്റ് ഇവിടെ കൊടുക്കുക, എന്നിട്ട് അകത്തേക്ക് കയറുക. അവിടെ വെള്ളം കുറവാണെന്നാണ് പറഞ്ഞത് കുറച്ച്. അപ്പോൾ കയറിയിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇവക്ക് കയറണം എന്നാണ്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ പിള്ളേരെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കാന്നല്ലേ. വെറുതെ എനിക്ക് വിശക്കാലം തുടങ്ങിയിട്ടുണ്ട്. സമയം 3 മണിയായി ഗൈസ്. ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല. കഴിക്കാണ്ട് ഇവള് കാണിക്കുന്നു. ഇപ്പൊ സ്നാക്സ് എല്ലാം കഴിച്ചത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നല്ല പ്രോപ്പർ ഫുഡ് കഴിച്ചാലേ ഞാൻ ഓണാവും. അത് പറ്റില്ല. ഓക്കെ, ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്. ഇവിടെ അകത്തൊരു പോലീസ് സ്റ്റേഷനാണത്. ഗൈസ്, ഇതാണ് വാഴച്ചാൽ വാട്ടർഫാൾസിന്റെ അവസ്ഥ. ഒന്നുമില്ല. ഇവളോർത്തത് നമുക്ക് വെള്ളം തൊടാൻ പറ്റും, അകത്തേക്ക് കയറി വെള്ളത്തിൽ കാല് നനയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് ഓർത്തത്. അല്ലാതെ പക്ഷെ ഒന്നും നടന്നില്ല. തൊട്ടോ നമ്മൾ വെറുതെ വന്നിട്ട് ഇവിടെ ഇരിക്കേണ്ട അവസ്ഥയായി. വെറുതെ എന്റെ 120 രൂപ കളഞ്ഞു. ഡൈവ് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാൾസിലും കയറാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഇറങ്ങാൻ വയ്യ എനിക്ക്. അവിടെ മുകളിൽ വേണമെങ്കിൽ വെള്ളം തൊടാൻ പറ്റും കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ മുകളിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. മുകളിലുണ്ട് ഇതേപോലത്തെ പുഴ. ഇങ്ങനെ അവിടെ എനിക്ക് പോണ്ടത് എനിക്ക് വയ്യതേ, ഞാൻ ഇല്ല സത്യമായിട്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്താന്ന് പ്ലാൻ ചെയ്യട്ടെ. ഗൈസ്, നമ്മൾ ഫൈനലി അതിരപ്പള്ളി എത്തി. അതിരപ്പള്ളി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് ഗൈസ്, വണ്ടി സെറ്റായി. ഇനി നേരെ നമ്മൾ കൊച്ചി വിടുവല്ലേ, തിരിച്ചു വിടുക. വണ്ടി തിരിച്ചു വിടുവാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ പോവല്ലേ? ടയേർഡായല്ലേ? കണ്ണൊക്കെ പുകയുന്നു ഗൈസ്. കാരണം ഇപ്പോൾ വെയിലായതുകൊണ്ട്, ശീലമില്ലാത്തതുകൊണ്ട് കണ്ണൊക്കെ കണ്ണൊക്കെ ഒന്ന് കഴുകിയപ്പോൾ ഒന്ന് സെറ്റായി. പക്ഷെ നല്ലോണം പുകയുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്. ഇനി എന്തായാലും നമ്മൾ പോകുമ്പോൾ തീരും, വേർത്ത് ഒരുമാതിരി അവസ്ഥയാവും, അല്ലെങ്കിൽ പുകയും. ഗൈസ്, നമ്മൾ റംബൂട്ടാൻ വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. റോഡ് സൈഡിൽ കുറേ റംബൂട്ടാൻ ഷോപ്പുണ്ട്. ഇത് എത്രയത്? 200. ഇത് കഴിച്ചിട്ടില്ല. ഇത് മധുരമുണ്ട്. ഇതിനാണ് മധുരം കൂടുതൽ, ഇതിന് മധുരം കുറവാണ്.
റൊണാൾഡോയുടെ കട്ടൗട്ട് കണ്ടിട്ട് അജിത്തേട്ടൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ഓ വാട്ട് എ ലുക്ക് മാൻ. നല്ലൊരു റൊണാൾഡോയുടെ ഹെവി കട്ടൗട്ട് ആണ് കേട്ടോ. മറ്റേ ഏതാ വെറ്റിലപ്പാറ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൽ വെച്ചേക്കുന്ന കട്ടൗട്ടാണ് ഗൈസ്. പൊളിയായിട്ടില്ല? ഇങ്ങനെ കാണുമ്പോ കൊള്ളാല്ലേ? നല്ല വലിയൊരു കട്ടൗട്ട്. നമ്മൾ അണ്ണൻ റൊണാൾഡോ തലൈവൻ നല്ല കൈയൊക്കെ ഇട്ട് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെ ഇവര് സെറ്റ് ചെയ്താവോ? നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. ഈ കാടിന്റെ നടുക്ക് ഒരു നല്ലൊരു പോസ്റ്റ്. അത് കൊള്ളാം, പൊളി സാധനം കഴിച്ചു. നമ്മളിപ്പോ ബ്രിഡ്ജിലെത്തി, നമ്മൾ അതിരപ്പള്ളി നിന്ന് ഇറങ്ങി നേരെ പോവാ പോലെ റംബൂട്ടാനും വാങ്ങിയതായി ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, എന്താ എവിടെയാ നമ്മള് സ്പോട്ടിലെത്തി. എയർപോർട്ടിനടുത്ത് എയർപോർട്ടിനടുത്ത് ക്വാലി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറേ തപ്പി വന്ന്, പക്ഷേ എനിക്ക് ഇവിടെ ക്വാലി ഉള്ളത് അറിയാൻ ഞാൻ ഓൾറെഡി ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ക്വാലി റെസ്റ്റോറൻ്റ് ഉള്ളത് ഇവിടുത്തെ ആലുവയിൽ അൽസാജിയിലാണ്. അവിടെ ചിക്കൻ നല്ലതാണ്. ഞാൻ ഒരു പ്രാവശ്യം പോയി കഴിച്ചിട്ടുണ്ട്. അവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ എയർപോർട്ടിനടുത്ത് വലിയ തിരക്കൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ സാധനം ജല്ലിക്കെട്ട് ചിക്കൻ മന്തി ആയിരുന്നു. ജല്ലിക്കെട്ട് ഇല്ല ഇപ്പോൾ, അൽഫാം. അപ്പോൾ അതുകൊണ്ട് നോർമൽ നമ്മൾ പെരി അൽഫാം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അല്ലേ? അതെ, വിശക്കുന്നുണ്ടോ? അതെ, നമ്മള് ഇത് അതെ, എനിക്ക് നല്ലോണം പൊടി അടിച്ച് കണ്ണൊക്കെ പുകയുന്നുണ്ടായിരുന്നു. നല്ല പൊടിയായിരുന്നു, ലിപ്സ്റ്റിക്കിൽ വരെ പൊടിയായിരുന്നു. ഞാൻ കുറെയൊക്കെ തുടച്ചു കളഞ്ഞു. ഇതൊരു നല്ല ബാത്റൂം. ബൈക്കില് സ്ഥിരം ഡെയിലി പോയിട്ട് വരുന്നവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും? ഇഷ്ടപ്പെടാതിരിക്കില്ല. നമ്മളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉച്ച സമയത്തൊന്നും ഒരിക്കലും വെയിലത്തിറങ്ങാറില്ല. പോവാണെങ്കിൽ കാറിൽ പോയി ഇരിക്കുന്നത് എസിയില്, അങ്ങനെ പറയൂല. അങ്ങനെ മാത്രം പോകുന്നതുകൊണ്ട് ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എങ്ങനെയും വണ്ടിയിൽ നിന്ന് കുറച്ചു നേരം ഇരുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഒരു സോഫയിലോ ഒരു ചെയറിൽ ഇരിക്കണം എന്നായിരുന്നു. എന്താ വെച്ചാൽ അത്ര കംഫർട്ടില്ല. ഞാൻ വണ്ടി ലോങ് പോകാനുള്ള വണ്ടി അല്ല അത്. അതിനുള്ള മോഡിഫിക്കേഷൻസ് ചെയ്താലേ അത് ലോങ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഗൈസ് അവസ്ഥ. അപ്പോൾ നമുക്ക് ഫുഡ് വരട്ടെ, കഴിക്കാം. ഫുഡ് വന്നു ഗൈസ്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ഫൈനലി ഫുഡ് കിട്ടി. കഴിക്കാൻ പോവാണ്. ഒരു അൽഫാമും കുറച്ച് റൈസും നമുക്ക് കഴിക്കാം. ഇത് നല്ല ചൂടായി. നല്ല ചൂടായിരുന്നു. എൻ്റെ കയ്യിൽ ഇത് കുറച്ചുകൊണ്ട് നേരത്തെ എടുത്തു. പീസ് ഒന്നും സെറ്റായില്ല, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞ് മാറ്റിപ്പിച്ചു. അതുകൊണ്ടാണ് കഴിക്കാം. വിശക്കുന്നത്. നമ്മൾ ചിക്കൻ കഴിക്കുന്ന മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ, സാധനം വന്നപ്പോൾ. ഇതാണ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. ഒരു പീസിൽ ഒരു എന്താ പറയുക, ഇറച്ചി പോലും ഇല്ല. എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ അൽഫാം കഴിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ പെരി അൽഫാം. നല്ല മസാലയും തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ എരിവില്ല, പക്ഷെ നല്ലൊരു മസാലയുണ്ട്, നല്ലൊരു ചെറിയ എരിവുണ്ട്. അതിൻ്റെ കൂടെ എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഗൈസ്. പ്ലേറ്റ് ഒക്കെ കണ്ടു. ഇത്ര വൃത്തിക്കൊന്നും കഴിക്കാറില്ല. ചെസ്റ്റ് പീസ് ഞാൻ അത്ര വൃത്തി കഴിക്കാറില്ല, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി മസാല, ടേസ്റ്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ടൊരു ചായയും കൂടെ പറഞ്ഞിട്ട് ചായ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇത് ചായ കുടിക്കേണ്ട സമയമായി. 6 മണിയായി. ഇനിയിപ്പോൾ ചായ കുടിക്കണമല്ലോ. നമ്മൾ ഇന്ന് എന്താ ചെയ്തെന്ന് വെച്ചാൽ, ലഞ്ച് കഴിക്കേണ്ട സമയത്ത് നമ്മൾ ചായയും സ്നാക്കും കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്. അതല്ലാതെ പിന്നെ വൈകിട്ട് ഇത് മന്തി കഴിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ ചായ കുടിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഒരു ചായയും കൂടെ പറഞ്ഞു. ചായ ഒരു നല്ല അടിപൊളി ഗ്ലാസ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഫുഡ് കഴിച്ചിട്ട് എന്താ അവസ്ഥ? ഇപ്പൊ നല്ല സുഖമുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ നിന്നോ, എന്നെ ആരെങ്കിലും കുളിപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ കിടത്ത ബെഡിന്റെ ഒക്കെ ആഡ് ഇങ്ങനെ വീഴണം. പോകുമ്പോ നല്ല വൈബായിരുന്നു ഗൈസ്. നല്ല ഒരു ഓണായിരുന്നു. തിരിച്ചു വരുമ്പോ എങ്ങനെയും കുറച്ച് പോയി ബെഡിൽ കിടന്നാൽ മതി, റെസ്റ്റ് എടുത്താൽ മതി എന്ന അവസ്ഥ. ഇപ്പൊ ഫുഡും കഴിച്ചില്ലേ, നല്ല ഫുഡ്, നല്ലോണം ഫുഡ് അടിച്ച് കയറ്റി. അപ്പൊ എങ്ങനെയും കുറച്ചു നേരം ഒരു
സോഫയിൽ എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ അവസ്ഥ. പക്ഷെ നമ്മൾ അതെ, നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും ഗൈസ്. നമ്മൾ ഇന്നത്തെ ഒരു ഫുൾ വ്ലോഗ് കണ്ടിട്ടുണ്ടാവും. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ എന്താ നമ്മള് പോയ റൈഡ് അതിനെ പ്രതി മലക്കപ്പാറ റൈഡ്. അപ്പൊ നിങ്ങള് മലക്കപ്പാറന്ന് പറ, എന്തേലും പറ. അയ്യോ വാൽപ്പാറ, സോറി പ്ലീസ് ഡോണ്ട് മൈൻഡ്. അപ്പൊ വാൽപ്പാറ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ പാസ് എടുത്തിട്ട് പോവാ. പിന്നെ മലക്കപ്പാറ ആണെങ്കിൽ കൂടെ അത് ഭയങ്കര വൈബാണ്. മലക്കപ്പാറ ജസ്റ്റ് അതേ സെയിം ക്ലൈമറ്റും സെയിം ലാൻഡ്സ്കേപ്പും ഒക്കെ തന്നെയാണ് വാൽപ്പാറ ഉള്ളത്. അപ്പൊ ഇവൻ നിങ്ങൾക്ക് മലക്കപ്പാറ പോയാലും അടിപൊളിയായിരിക്കും. നല്ല ക്ലൈമറ്റ്, ആ കാട്ടിലൂടെ ഉള്ള വഴി എല്ലാം അടിപൊളിയാണ്. പോകുമ്പോ ബൈക്കിൽ പോവാ, കാറിൽ അത്ര ഫീൽ ഉണ്ടാവില്ല. ബൈക്കിൽ പോവാൻ നോക്കാം, എന്നാലേ അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കഴിച്ച സ്പോട്ട് എല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിക്കാം, എന്തിനു ചെയ്യാം. അത് ഞങ്ങൾ ഇന്ന് കഴിച്ച എല്ലാ ഫുഡും നല്ല ഫുഡ്, എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും ഫ്ലോപ്പ് ആയി. ഇതുപോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ കൂടുതൽ നിങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ഫുഡായിരുന്നു നമ്മൾ കഴിച്ചെല്ലാം. അതാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ്. അപ്പൊ നമുക്ക് നമ്മൾ എടുത്ത 500 രൂപ സ്പെൻഡ് ആയി തീർന്നു. ഒരു 10 കോയിൻ എന്റെ പോക്കറ്റിൽ എവിടെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഗൈസ്. സോ അടുത്തൊരു നല്ല ബ്ലോഗായിട്ട് കാണാം. ബൈ ബൈ.